അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട റജബിൻ്റെ 6-ാം ദിനം, ഒരുപാട് പുണ്യങ്ങൾ, ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞുന്ന ഈ സമയങ്ങൾ ഒരിക്കലും നാം എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടുത്തി കളയരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമയങ്ങളിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഓരോ സമയങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ഓരോ സമയങ്ങളും വളരെ വിലപ്പെട്ടതാണ്. അവസാന സമയത്ത് റൂഹ് പിടിക്കുന്ന ആ സമയത്ത് അള്ളാഹുവെ ഒരു അല്പസമയം കൂടി എനിക്ക് നീ ബാക്കി വെക്കണേ എന്ന് പറയുന്നതിൽ എന്തില്ല, കാര്യമില്ല. വൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതി അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളിൽ ഒരുവൻ്റെ അടുക്കലേക്ക് മരണം എത്തിക്കഴിഞ്ഞാൽ ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അള്ളാഹുവേ ഒരല്പസമയം കൂടി എനിക്ക് നീ പിന്തിപ്പിക്കണേ അള്ളാഹുവിങ്കലേക്ക് അവൻ പറയുന്നതാ, പടച്ച തമ്പുരാനെ ഒരല്പസമയം കൂടി എനിക്ക് നീ ബാക്കി വെക്കണേ അല്ലാ. ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ, അല്ലാ ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യാമല്ലാ, ഞാൻ സദഖ കൊടുക്കാമല്ലാ, ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടുകൊള്ളാം അല്ലാ എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല മനുഷ്യ. ഉള്ള സമയത്താണ് നാം നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ തൊണ്ടക്കുഴിൽ റൂഹത്ത് നിൽക്കുമ്പോൾ ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ള സമയത്ത്, നമ്മുടെ ഈ ആയുസിൻ്റെ ഈ സമയത്ത് നന്നാക്കിയെടുക്കുക, ഉള്ള സമയത്ത് അള്ളാഹുവിങ്കലേക്ക് എടുക്കുക. അല്ലാതെ മരണത്തെ മുന്നിൽ കണ്ട് നിൽക്കുമ്പോൾ ഒരല്പസമയം കൂടെ എനിക്ക് നീ ബാക്കി വെക്കണേ, ഞാൻ സ്വതക്ക കൊടുത്തുകൊള്ളാം, ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടുകൊള്ളാം എന്ന് പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല. അപ്പോൾ ഉള്ള സമയത്ത് ഇൻഷാ അല്ലാഹ് നല്ല കാര്യങ്ങൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമയങ്ങളിൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. നാളെ നമ്മളെ അള്ളാഹു പിടിച്ചു നിർത്താതിരിക്കട്ടെ. നാളെ ആഖിറത്തിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പടച്ച തമ്പുരാൻ ചോദിക്കും, നിനക്ക് തന്ന ആയുസ് നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം, അല്ലാ ഞാൻ നിനക്ക് വേണ്ടി ചിലവഴിച്ചു തമ്പുരാനെ എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയണമെങ്കിൽ നമ്മളാൽ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നാം എന്ത് ചെയ്യുക, സമയങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഈ സമയങ്ങളൊക്കെ വളരെ വിലപ്പെട്ടതാണ്. ഈ സമയമൊക്കെ വളരെ പവിത്രതയേറിയ സമയങ്ങളാണ് ഇനി ഓരോന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പുണ്യമാക്കപ്പെട്ട ഈ ദിനത്തിൽ ഇൻഷാ അല്ലാഹ് ഈ കാണുന്ന അസ്മാഉൽ ഹുസ്നയുടെ ഈ നാമങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു 33 തവണ ഉരുവിട്ട് അല്ലാഹുവേ നിൻ്റെ കരുണ ഞങ്ങളിലേക്ക് നീ വർഷിപ്പിക്കണേ അല്ലാ, നിൻ്റെ കരുണയുടെ വാതിൽ ഞങ്ങളിലേക്ക് നീ തുറന്നു തരണേ അല്ലാ, ഞങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ലാ എന്ന് ആത്മാർത്ഥമായിട്ട് ഇൻഷാ അല്ലാഹ് മനസ്സിൽ കരുതിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ കാണുന്ന എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോളെ ഒരു 33 തവണ ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം. യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു, 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 യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു,
യാ റഹ്മാനു യാ റഹീമു ജല്ല ജലാലുഹു 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 ഇലാഹി അന്ത മഖ്സൂദി വറിളാക മത്ലൂബി ഇലാഹി അന്ത മഖ്സൂദി വറിളാക മത്ലൂബി ഇലാഹി അന്ത മഖ്സൂദി വറിളാക മത്ലൂബി. അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ബഹുമാനമുള്ളവരെ, നമുക്കൊക്കെ ഇപ്പോൾ എത്ര വേണമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ നാം ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയേണ്ടുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ അള്ളാഹു കാക്കട്ടെ, വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ എല്ലാവരും മനസ്സിൽ ആദ്യമായി കരുതുക, പടച്ച തമ്പുരാനെ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, എനിക്ക് നീ തരണേ അല്ലാ എന്ന് ഓരോരുത്തരും മനസ്സിൽ കരുതുക, ആത്മാർത്ഥമായിട്ട് കരുതുക. കാരണം ഇപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലാം. പക്ഷേ ആ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാനൊരു സമയം, ആ സമയത്ത് നമുക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പടച്ച തമ്പുരാൻ കാക്കട്ടെ, ഇൻഷാ അല്ലാഹ് മനസ്സിൽ എല്ലാവരും ആത്മാർത്ഥമായിട്ട് കരുതി ഒരു 33 തവണ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോളീൻ. ലാ ഇലാഹ ഇല്ലല്ലാ 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 ലാ ഇലാഹ ഇല്ലല്ലാ. ഇലാഹി അന്ത മഖ്സൂദി വറിളാക മത്ലൂബി ഇലാഹി അന്ത മഖ്സൂദി
ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي. അൽഹംദുലില്ലാഹ്. എല്ലാവരും ആത്മാർത്ഥമായിട്ടല്ലാ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ നാവുകൾ നീ കുഴച്ച് കളയല്ലേ അല്ലാ. അല്ലാ, കലിമ ചൊല്ലാനുള്ള സൗഭാഗ്യം നീ നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് റജബിൻ്റെ എല്ലാ ദിവസവും ആദ്യത്തെ 10 ചൊല്ലാറുള്ള സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ള ഈ ദിക്റും കൂടി ഇൻഷാ അല്ലാഹ് നമുക്കൊരു 33 തവണ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. എല്ലാവരും ചൊല്ലിക്കോളീൻ. സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം, 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 സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം. ഇലാഹി അൻത മഖ്സൂദി വറിളാക മത്ലൂബി. ഇലാഹി അൻത മഖ്സൂദി വറിളാക മത്ലൂബി. ഇലാഹി അൻത മഖ്സൂദി വറിളാക മത്ലൂബി. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. الله കരുണയുള്ള അല്ലാഹ്, കൃപയുള്ള അല്ലാഹ്, ഞങ്ങളുടെ മജ്‌ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ച തമ്പുരാനെ, ഞങ്ങളിൽ നിന്നും വന്നുപോയ എല്ലാ ദോഷങ്ങളും നീ മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ സൽക്കർമ്മത്തെ പരിപൂർണമായും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ തഹ്ലീൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ റജബ് മാസത്തിൽ പടച്ച തമ്പുരാനെ, നിന്നോട് ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് അല്ലാഹ് നീ ഉത്തരം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിതങ്ങൾ ബറക്കത്ത് നൽകണേ അല്ലാഹ്.
അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, ദാരിദ്ര്യത്തിൽ നിന്നും നീ കാക്കണേ അല്ലാ, പട്ടിണിയിൽ നിന്നും നീ കാക്കണേ അല്ലാ, നിന്റെ കരുണ ഞങ്ങളിലേക്ക് വർഷിപ്പിക്കണേ അല്ലാ, നിന്റെ കരുണയുടെ നോട്ടം നീ നോക്കണേ അല്ലാ. അല്ലാഹുവേ, ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നീക്കി തരണേ അല്ലാ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ, ഭവനങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ, സമ്പത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ, വാഹനങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ, അപകടങ്ങളിൽ നിന്നും നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, അപകടങ്ങളിൽ നിന്നും നീ കാക്കണേ അല്ലാ, നിന്റെ പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ലാ, അവരുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നീ നീക്കി കൊടുക്കണേ അല്ലാ, അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ, അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ സ്വീകരിക്കണേ അല്ലാ, അവരുടെ ഖബറിടം വിശാലമാക്കണേ അല്ലാ, സ്വർഗീയാരാമമാക്കണേ അല്ലാ, ഖബറിനെ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കണേ അല്ലാ, പരിപൂർണ്ണ മഗ്ഫിറത്തും റഹ്മത്തും ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മരണങ്ങൾ നീ നന്നാക്കി തരണേ അല്ലാ, കലിമ ചൊല്ലി മരണപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ, ബിബറകത്തി നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ നാം ചൊല്ലിയ എല്ലാ ദിക്റുകളും അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക എന്ന ദുആ വസിയത്തോടെ വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.